ഹായ് ഫ്രണ്ട്സ്, സ്കേർട്ട് ലൈനിങ് വെച്ച് ചെയ്യാനുള്ളൊരു സിമ്പിൾ മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് സ്കേർട്ടിനുള്ള തുണിയാണ്. ഇത് 3 മീറ്റർ തുണിയാണുള്ളത്. ഇതൊരു ധാവണിയുടെ സെറ്റാണ്. ഇതിൽ 1 മീറ്റർ ബ്ലൗസിനുള്ള തുണിയും അതുപോലെ ഇത് ഷാളുമാണ്. ആദ്യമായിട്ട് സ്കേർട്ടാണ് കട്ട് ചെയ്യുന്നത്. സ്കേർട്ടിന് 3 മീറ്റർ തുണിയാണ് ഇതുള്ളത്. തുണി 4 ആക്കി മടക്കിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ എനിക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് 41 ഇഞ്ചും ബാൻഡിന് 33 ഇഞ്ചുമാണ് വേണ്ടത്. ആദ്യമായിട്ട് സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. ഇത് താഴെ നിന്ന് ഇഞ്ച് 39.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് ബാൻഡിന് ആവശ്യമുണ്ട്. 41 നിന്ന് 2 ഇഞ്ച് കുറച്ചാൽ 39. അതിനോടുകൂടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്താണ് 39.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇത് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വെട്ടുമ്പം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആക്കി വരയ്ക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ തന്നെ പിടിച്ച് ഈ ഒരു ഭാഗവും മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെയാണ് മാർക്ക് ചെയ്തത്. പിന്നെ ഈ നടുഭാഗവും മാർക്ക് ചെയ്തത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. 33 ഇഞ്ചാണ് ബാൻഡിൻ്റെ വണ്ണം. അതിൻ്റെ പകുതി 16.5. ഒരു 2 ഇഞ്ച് നമ്മൾ ഉള്ളോട്ട് മടക്കി ഇടിക്കാനും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 ഇഞ്ചാണ് ഇവിടെ ബാൻഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് 2 ഇഞ്ച് മതി ബാൻഡ്. അപ്പം 2 ഭാഗത്തേക്കുള്ള തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് പോയാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ 16.5 ഒരു മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് സ്കേർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ തുണി. ഇത് സാധാ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് തന്നെയാണ്. 25 രൂപയുടേതല്ല, കുറച്ചുകൂടെ വില കൂടിയതാണ്. 35-40 ആ ഒരു റേറ്റിലുള്ള തുണിയാണിത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൗസ് പീസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിനെ 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ്. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് 38.5 ഇഞ്ച് മതി. കാരണം ഇതിനേക്കാളും 1 ഇഞ്ച് കുറച്ച്, നമ്മുടെ മെയിൻ പീസിനേക്കാളും 1 ഇഞ്ച് കുറച്ച് എടുത്താൽ മതി. ഇഞ്ചാണ് അരവണ്ണം വരുന്നത്. അതിൻ്റെ പകുതി 16.5 ഈ 16.5 പകുതി 8.25. അതിനോട് കൂടിയിട്ട് 2.5 ഇഞ്ചും കൂടെ കൂട്ടിയാൽ 10.25 കിട്ടും. 10.25 ആക്കണ്ട, നമുക്ക് 11 എടുക്കാം. ഈ 11നെ 2 ഭാഗമാക്കുക. 6 5 അല്ലെങ്കിൽ 5 6 എങ്ങനെയാണെങ്കിലും നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പം ഈ 6 എന്ന ഭാഗം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. 5 എന്ന ഭാഗം, 5 എന്ന അളവ് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റുകളും തമ്മിൽ ജോയിൻ ചെയ്യാം. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് 38.5 എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് 38.5 കറക്റ്റ് ഉണ്ട്. ഇത് 2 മീറ്റർ തുണിയാണ്. ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ
ഈ ഭാഗവും ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ മറിച്ചിടുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാവാത്തവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി. ഈ രണ്ടെണ്ണവും ഇത് രണ്ടെണ്ണം ഉണ്ട്, ഇതും രണ്ടെണ്ണം ഉണ്ട്. ഈ രണ്ടെണ്ണം ഈ ഭാഗത്തും ഇത് ഈ ഭാഗത്തും നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. ഈ ഒരു വലിയ പീസും ഈ ഒരു ചെറിയ പീസും ഈ വക്കുള്ള ഭാഗം വെക്കരുത്. ഈ ഭാഗമാണ് വേണ്ടത്, നമ്മൾ കട്ട് ചെയ്ത ഭാഗം. ഇത് ജോയിൻ ചെയ്യുക. ഈ ഒരു ഭാഗം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ ഇതും നമ്മൾ കട്ട് ചെയ്ത ഭാഗവും ഇതിൽ കട്ട് ചെയ്ത ഭാഗവും ഇതിലും കട്ട് ചെയ്ത ഭാഗമാണ് വേണ്ടത്. ഒരു ഭാഗം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഞാൻ 2 പീസായിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഞാനിങ്ങനെ 6 പീസും ജോയിൻ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6. അപ്പോൾ ഇത് കുറച്ച് കൂടുതലാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ട് കുറഞ്ഞു പോകണ്ട. കുറച്ച് കൂടുതൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരളവ് 2.5 ഇഞ്ച് കൂടുതലിട്ടത്. അപ്പോൾ നിങ്ങൾ 2.5 ഇഞ്ച് ഇടുന്നില്ല, ഒരു കുറച്ചുകൂടെ 2 ഇഞ്ച് മതി. ലൈനിങ് വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിനെ 4ആയിട്ട് മടക്കിയിടുകയാണ്. ഇതിൻ്റെ താഴത്തെ ഭാഗവും മുകളിലെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കണം. ഇതിൻ്റെ താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഇതിലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ ബാൻഡിന് ലൈനിങ് ആയിട്ട് ഞാൻ ഈ ഒരു പീസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഈ ഭാഗം ഒരു 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി താഴ്ഭാഗം ചെറുതായിട്ട് മടക്കിയിടിക്കുക. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ചുരുക്കിടാം. അപ്പം ഈ ഒരു ഭാഗം വരെ നമുക്ക് 8.25 ഇഞ്ചാണ് വേണ്ടത്. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ചുരുക്കിട്ട് ഇതിനെ ചെറുതാക്കേണ്ടത്. അപ്പം ആദ്യം തന്നെ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ ചുരുക്ക് 1.25 ഇഞ്ചിലാണ് ഞാൻ ഇടുന്നത്. നമ്മൾ എപ്പോഴും ചുരുക്കിടുമ്പോൾ ഈ കാൽ ഭാഗം വരെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ചുരുക്കിട്ടത് കറക്റ്റാണോ എന്ന് നോക്കിയ ശേഷമേ ബാക്കി ഭാഗത്തേക്ക് ചുരുക്കിടാൻ പാടുള്ളൂ. ഇത് 1.25 ഇഞ്ചിനാണ് ചുരുക്കിടുന്നത്. ഞാൻ ഈ ഒരു കട്ടർ വെച്ചിട്ട് ഒന്ന് കറക്റ്റാക്കി പിടിക്കുന്നുണ്ട്. എനിക്ക് ഇവിടുന്നോട്ട് ഇവിടം വരെ വേണ്ടത് 8.25 ഇഞ്ചാണ്. ഒന്നേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്തു. നമുക്ക് കുറച്ച് ഉള്ളോട്ട് നന്നായിട്ട് മടക്കിയിട്ട്
നമുക്ക് കുറച്ച് ഉള്ളോട്ട് നന്നായിട്ട് ചുരുക്കിട്ട് കൊടുക്കാം. ഞാനിത് 1.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. അപ്പം കുറച്ച് ഉള്ളോട്ട് ചുരുക്ക് റെഡിയാക്കി വെച്ചിട്ട് ഒരേ രീതിയിൽ തന്നെയാണ് ചുരുക്കിട്ടത്. അപ്പം ഇതാ ഇവിടെ ഈ ഒരു പോയിന്റ് വരെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് വരെ 8.25 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പതിനാറര ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാം. ഞാൻ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളോട്ടാണ് ഇട്ടത്. നല്ല ഭാഗം തന്നെയാണ് മുകളിലിട്ടത്. അത് നിങ്ങളുടെ ഒരു താല്പര്യം പോലെ അടിക്കാം. ഞാൻ ഇതിൻ്റെ ലൈനിങ് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈനിങ്ങും ഇതും ചേർത്ത് മുഴുവനായിട്ട് അടിച്ചിട്ടില്ല. ലൈനിങ് കേട്ടും കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ ഇങ്ങനെ ഒന്ന് കുറച്ച് ഭാഗം ഇങ്ങനെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും കുറച്ച് ഭാഗം ഇങ്ങനെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ, ഇത് മെയിൻ പീസ് വേറെ, ലൈനിങ് വേറെ ആക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഈ മുകൾ ഭാഗത്ത് നിന്ന് 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതും കുറച്ച് ഭാഗം മാത്രമേ അടിക്കുന്നുള്ളൂ. പിന്നെ അത് തിരിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയതിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിച്ച് അവിടുന്ന് ഒന്നുകൂടെ ഒന്ന് താഴ്ത്തി അടിച്ചാൽ മതി. ഇത്ര മതി. എന്നിട്ട് ഇവിടെ നമുക്കൊരു ഓപ്പണിംഗ് വേണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മെയിൻ പീസ് മാത്രം, ഈ മെയിൻ പീസ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ഇതിൽ നിന്ന് ലൈനിങ് നീക്കിക്കളണം. മെയിൻ പീസ് മാത്രമാണ്. അതിങ്ങനെ നമ്മൾ തുടങ്ങരുത്. അത് ഈ സ്റ്റിച്ച് ചെയ്ത ഇവിടെ തന്നെ വെച്ച് തുടങ്ങണം. ഇത് മറന്നു പോകരുത്. ഇവിടുന്നേ തുടങ്ങരുത്. അപ്പോൾ നമുക്കവിടെ കുടുക്ക് വരും. ഈ സ്റ്റിച്ച് ചെയ്ത് എവിടെയാണോ നിർത്തിയത് അതിൻ്റെ ഒരു ഇത്തിരി താഴ്ത്തുനിന്ന് ഇത് 2 പ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് ഈ നൂലൊക്കെ വരുന്നത് റെഡിയാക്കും. ഇതിന് ശേഷം ഇതാ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ, ഇവിടേക്ക് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കുറച്ച് സ്ഥലം ഇവിടെയാണ് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ വെവ്വേറെ ആക്കിയത്. ഇവിടെ ചുളിവൊന്നും വരരുത്. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇതിൻ്റെ ഈ അറ്റത്ത് നിന്ന് തുടങ്ങരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ മെയിൻ ക്ലോത്ത് മെല്ലെ ഒഴിവാക്കി അത് ഉള്ളോട്ട് വെച്ച് ലൈനിങ് മാത്രമായിട്ട് അടിച്ചെടുക്കുക. ഇതാ ഓപ്പണിങ്ങിൻ്റെതും ഇതൊക്കെ ലൈനിങ് ഒക്കെ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് വെക്കാനും കൂടെ ഉണ്ട്. ഞാനിതായിരുന്നു 16 മാർക്ക് ചെയ്ത് വെച്ചത്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്.
ഇത് അയൺ ചെയ്ത് ശരിയാക്കണം. പിന്നെ ഇവിടെ ഹുക്കും അതിനുള്ള ഹോൾസും വെക്കണം, അല്ലെങ്കിൽ കയറ് വെച്ച് കൊടുക്കണം. പിന്നെ ഇത് 3 മീറ്ററേ സ്കേർട്ടിനുള്ളൂ, അതുകൊണ്ട് ചുരുക്ക് കുറച്ച് കുറവാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ സ്കേർട്ടിൻ്റെ കൂടെ ഷോർട്ടായിട്ടുള്ള ബ്ലൗസാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ലൈനിങ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വരുന്നതിൽ അധികവും ഇങ്ങനെ ലൈനിങ് വെച്ച് സ്കേർട്ടാണ് കിട്ടാറുള്ളത്. നമ്മുടെ സ്കേർട്ട് റെഡിയായി. ഇതിന് 3 മീറ്റർ തുണിയേ ഉള്ളായിരുന്നു, അതുകൊണ്ട് സ്കേർട്ടിന് കുറച്ച് ചുരുക്ക് കുറവാണ്. അതുപോലെ ഇവിടെ ഒന്നിലേ നമ്മൾ കയറ് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഹുക്കും അതിനുള്ള ഹോൾസും വെച്ച് കൊടുക്കും. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് സ്കേർട്ടിൻ്റെ കൂടെ ഷോർട്ടായിട്ടുള്ള ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പം ആദ്യത്തെ പോലെ പെറ്റിക്കോട്ടൊന്നും ഇടാറില്ല. അപ്പം ഇങ്ങനെ ഒരു ലൈനിങ് വെച്ചിട്ട് പോയാ എന്നോട് പറയണം. നമ്മുടെ ലൈനിങ് വെച്ച സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 3 മീറ്റർ തുണിയാണുള്ളത്, അതുകൊണ്ട് കുറച്ച് ചുരുക്ക് കുറവാണ്. ഒന്നുകൂടെ തയ്ക്കാം, എനിക്ക് ശരിയായി കിട്ടും. നമ്മുടെ ലൈനിങ് വെച്ച സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് ചുരുക്കാണുള്ളത്, കാരണം 3 മീറ്റർ തുണിയാണുള്ളത്. ഒരു 3.5 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഭംഗിയാവുമായിരുന്നു. പിന്നെ ഇനി നമുക്കിവിടെ കയറോ അല്ലെങ്കിൽ ഹുക്ക് ഹോൾസോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ഷോർട്ടായിട്ടുള്ള ബ്ലൗസാണ് ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ലൈനിങ് വെച്ചിട്ട് പാവാട ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ കംഫർട്ടായിരിക്കും. നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നതിൽ കൂടുതലായിട്ടും ലൈനിങ് വെച്ച് ചെയ്യുന്ന സ്കേർട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓണത്തിനേക്ക് സ്കേർട്ട് ചെയ്യാൻ വന്നതിൽ എനിക്ക് ഓണത്തിനേക്ക് സ്കേർട്ട് ചെയ്യാൻ കിട്ടിയതിൽ എല്ലാം ഇങ്ങനെ ലൈനിങ് വെച്ച് ചെയ്യേണ്ട സ്കേർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എന്താ വേണ്ടേ? താങ്ക് യു. അത് പറയണ്ടേ, ഈ ഓണത്തിനേക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയതിൽ കൂടുതലും ഇങ്ങനെ ലൈനിങ് വെച്ച് ചെയ്യുന്ന സ്കേർട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ സ്കേർട്ട് ചെയ്ത് നോക്കൂ. താങ്ക് യു.